ആഴക്കടലിന് ചെകുത്താൻ എന്നറിയപ്പെടുന്നതും നെറ്റിയിൽ പ്രകാശിക്കുന്ന ബൾബുള്ളതുമായ വിചിത്ര മീൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. സമുദ്രങ്ങളിലെ ആഴമുള്ള ഭാഗത്തെ പറ്റിയുള്ള മനുഷ്യരുടെ അറിവുകൾ തീർത്തും കുറവാണ്. ജന്തുശാസ്ത്ര വിദഗ്ധർക്ക് പോലും പിടികൊടുക്കാത്ത ഒട്ടേറെ ദുരൂഹ ജീവികൾ ഇവിടെ വിഹരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ആംഗ്ലർ ഫിഷ്, ആഴക്കടലിന്റെ ചെകുത്താൻ. ആഴക്കടലിൽ സൂര്യപ്രകാശം എത്താത്തതിനാൽ നല്ല ഇരുട്ടാണ്. ഇവയുടെ നെറ്റിഭാഗത്തു നിന്നും കൊമ്പ് പോലെ ഒരു നീണ്ട ശരീരഭാഗമുണ്ട്. ഇതിന്റെ അറ്റത്ത് ടോർച്ചിൽ നിന്നുള്ളതുപോലെ പ്രകാശം വരും. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നെറ്റിയിൽ ഒരു പന്തം കുത്തി നടക്കുകയാണെന്ന് തോന്നും. ല്യൂർ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിന്റെ അറ്റത്തുള്ള പ്രത്യേകതരം ബാക്ടീരിയകളാണ് പ്രകാശത്തിന് കാരണമാകുന്നത്. ഇരുട്ടത്തിൽ ലൈറ്റടിച്ചു പോകാനാണ് ഈ വിദ്യ എന്ന് കരുതിയെങ്കിൽ തെറ്റി. തങ്ങളുടെ ഭക്ഷണത്തിനായുള്ള ഇരകളെ മുഖത്തിനടുത്തേക്ക് ആകർഷിക്കുവാനാണ് ഈ വിദ്യ. ഇര അടുത്തെത്തി കഴിഞ്ഞാൽ വായി തുറന്ന് അകത്താക്കും. വലിയ വായകളുള്ള ഇവയ്ക്ക് വലിയ ജീവികളെ പോലും ഭക്ഷിക്കുവാൻ കഴിയും. ഇര പിടിക്കുന്ന നേരത്ത് വയറിന്റെ വലിപ്പം ഇരട്ടിയാക്കുവാനും ആംഗ്ലർ ഫിഷിന് കഴിവുണ്ട്. 1833 ഗ്രീൻലാൻഡിന്റെ തീരത്താണ് ആംഗ്ലർ ഫിഷ് ആദ്യമായി അടിഞ്ഞത്. ജോനാസ് ക്രിസ്റ്റഫർ ഹേൻമാൻ എന്ന ജന്തുശാസ്ത്രജ്ഞൻ പിന്നീട് ഇതിൽ പഠനങ്ങൾ നടത്തി. ബ്രൗൺ അല്ലെങ്കിൽ കടുത്ത ചാരനിറമുള്ള ആംഗ്ലർ ഫിഷിന് വലിപ്പമേറിയ തലകളും അർദ്ധചന്ദ്രാകൃതിയിലുള്ള വലിയ വായകളും അതിനുള്ളിൽ മുള്ളുകൾ പോലുള്ള പല്ലുകളുമാണുള്ളത്. മൊത്തത്തിൽ ഒരു പേടിപ്പെടുത്തുന്ന രൂപം. സമുദ്രത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ജീവിയായിട്ടാണ് ആംഗ്ലർ ഫിഷ് പരിഗണിക്കപ്പെടുന്നത്. ഇന്ന് വരെ 170-ലധികം ആംഗ്ലർ ഫിഷ് വിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തെ എല്ലാ സമുദ്രങ്ങളിലും ഇവയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. സമുദ്രത്തിൽ 16,000 അടി വരെ താഴ്ചയിലാണ് ഇവയുടെ വാസം. പല സമുദ്രജീവികളും കൂട്ടമായി പോകുന്നവയാണ്. എന്നാൽ ആംഗ്ലർ ഫിഷ് തനിയെ ജീവിക്കുകയും തനിയെ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മത്സ്യമാണ്. പൊതുവെ ആംഗ്ലർ ഫിഷിന് 16 സെന്റിമീറ്റർ മുതൽ 4 അടി വരെ വലിപ്പം വയ്ക്കും. പെൺമത്സ്യങ്ങൾ ആൺമത്സ്യങ്ങളെക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ളവയാണ്. ആദ്യകാലത്ത് ആംഗ്ലർ ഫിഷുകളെ പറ്റി ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിച്ചൊരു സംഗതിയുണ്ട്. തീരങ്ങളിലും മറ്റും ചത്തുപോകുന്നതുൾപ്പെടെ കണ്ടുകിട്ടുന്ന ആംഗ്ലർ മത്സ്യങ്ങളെല്ലാം പെണ്ണാണ്. ഒരൊറ്റ ആൺമത്സ്യത്തിനെ പോലും കിട്ടുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ഒടുവിൽ കാരണവും കണ്ടെത്തി. ആൺമത്സ്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ പെൺമത്സ്യത്തിന്റെ ശരീരത്തിൽ പറ്റിച്ചേരും. പിന്നീട് ഇവയുടെ ശരീരം പെൺമത്സ്യത്തിന്റെ ഭാഗമായി മാറും. വിചിത്രമായ ഈ രീതി കടൽ ജീവികളിൽ അപൂർവമാണ്. ജീവികളുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ വ്യവസ്ഥ ഉണ്ടെന്ന് അറിയാമല്ലോ. എന്നാൽ ആംഗ്ലർ ഫിഷ് മത്സ്യങ്ങൾക്ക് പ്രതിരോധ കോശങ്ങളില്ല. അഗാധ സമുദ്രത്തിൽ പറയത്തക്ക ശത്രുക്കളോ വേട്ടക്കാരോ ഇല്ലാത്ത ഈ വിചിത്ര മത്സ്യങ്ങൾക്ക് പക്ഷേ ഡീപ് സീ മൈനിങ് പോലെയുള്ള വ്യവസായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു വിനയായി മാറുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.